ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന്റെ അളവിൽ 3.25 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു 3 ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം നല്ല പോലെ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ റവ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഈ ഒരു റവയ്ക്ക് അനുസരിച്ചാണ് ഞാനിപ്പോൾ 250 ml കപ്പിന്റെ അളവിൽ 3.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വറുത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടോടുകൂടി കുഴച്ചിട്ടെടുക്കാം. നല്ല ചൂടോടുകൂടിയല്ല, ഒരു പകുതി ചൂടാറിയതിനു ശേഷം കൈകൊണ്ട് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു പരുവത്തിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂട് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഒന്ന് കുഴച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഇത് ചൂടാറിയതിന് ശേഷമാണ് കുഴയ്ക്കുന്നതെങ്കിൽ ഇതുപോലെ സെറ്റായി കിട്ടണമെന്നില്ല. ഇപ്പോൾ ഞാനിവിടെ ആ ഒരു മാവ് കുഴച്ച് മാറ്റി വെച്ചു. ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പും പിന്നെ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം കൂടെ അധികം വരും. പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് ഇനി ഈ ഒരു നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് വറുത്തെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ശർക്കര പൊടിയോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പിന് 2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മധുരം എങ്ങനെയാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ശർക്കരയൊക്കെ അലിഞ്ഞ് നന്നായിട്ട് ടൈറ്റായിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന ആ ഒരു മാവ് കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ബോൾ ഷേപ്പിലാക്കി മാറ്റിയിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിപ്പത്തിൽ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിലും വലിപ്പത്തിലൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ വക്കൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഒരെണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒന്നുകൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പം ഞാനിതുപോലെ ബോൾ ഷേപ്പിലാക്കിയതിന് ശേഷം ഒന്ന് കൈവച്ചിട്ട് പ്രസ് ചെയ്ത് പരത്തുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ വക്കൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു. എത്ര എണ്ണമാണോ ഇതിൽ കൊള്ളുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 എണ്ണമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവും. ഇനി നമുക്കിത് ഓരോ ഭാഗം വെന്ത് വരുന്നതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കറക്കി കറക്കി ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗം ഒരുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ഇനി നമുക്ക് എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ശർക്കര പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഉണ്ടാക്കി വെച്ച പലഹാരം ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ അടുക്കി വെച്ചു കൊടുക്കാം. ഈ ഒരു ശർക്കരയിൽ ഇത് ഒരുപാടിട്ട് വേവിക്കണമെന്നില്ല, ചെറുതായിട്ട് ഒരു 10-20 സെക്കൻഡ് മാത്രം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കറക്കി കറക്കി ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇത് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഇതിൽ നിന്ന് കോരി മാറ്റാം. ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞു പോലുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇതിന്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.